നമസ്കാരം, ഞാൻ രജനി അഭിലാഷ്. പാകിസ്ഥാനെ ചുട്ടരിക്കാൻ ഉഗ്ര പ്രഹരശേഷിയുള്ള ബ്രഹ്മോസ് മിസൈലുകൾ ഇന്ത്യ പ്രയോഗിച്ചത് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന്റെ നിർദ്ദേശപ്രകാരം. പാകിസ്ഥാനിൽ ആകെ 13 വ്യോമതാവളങ്ങളാണുള്ളത്. ഇതിൽ 11 വ്യോമതാവളങ്ങൾക്ക് നേരെയാണ് ഇന്ത്യ 15 ബ്രഹ്മോസ് പ്രയോഗിച്ച് ചാമ്പലാക്കിയത്. ഇന്ത്യയുടെ പടിഞ്ഞാറൻ, തെക്കു പടിഞ്ഞാറൻ വ്യോമ കമാൻഡുകൾക്ക് കീഴിലുള്ള വിവിധ താവളങ്ങളിൽ നിന്നാണ് മിസൈലുകൾ വഹിച്ചുകൊണ്ടുള്ള വിമാനങ്ങൾ പറന്നുയർന്നത്. ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ ഇന്ത്യയുടെ വ്യോമതാവളങ്ങൾ പാകിസ്ഥാൻ ലക്ഷ്യം വെച്ചിരുന്നു. മാത്രമല്ല, പാക്കിന്റെ നുണപ്രചരണങ്ങളും ഉണ്ടായിരുന്നു. കൂടാതെ അതിർത്തി മേഖലയിൽ ഡ്രോൺ ആക്രമണത്തിനും ശ്രമിച്ചിരുന്നു. ഇതിന് തിരിച്ചടിയായാണ് ഇന്ത്യ ബ്രഹ്മോസ് തൊടുത്തുവിട്ടത്. പാക് റഡാറുകളെ പ്രകോപിപ്പിക്കുവാനും പ്രവർത്തനരഹിതമാക്കുവാനും ഇന്ത്യ കാമിക്കാസ ഡ്രോണുകളാണ് ഉപയോഗിച്ചത്. ഇന്ത്യയും റഷ്യയും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത ദീർഘദൂര സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലാണ് ബ്രഹ്മോസ്. വേഗതയ്ക്കും കൃത്യതയ്ക്കും പേരുകേട്ട മിസൈൽ ഫയർ ആൻഡ് ഫോർഗെറ്റ് തത്വത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഉയർന്ന കൃത്യതയോടെ 290 കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യങ്ങളെ വരെ തകർക്കാൻ ഇവയ്ക്ക് കഴിയും. എന്തായാലും ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ബ്രഹ്മോസ് ആകാശ മിസൈലുകൾ വാങ്ങാൻ ലോകരാജ്യങ്ങൾ തിരക്കുകൂട്ടിയിരുന്നു. 17 രാജ്യങ്ങളാണ് ഇതിനായി സന്നദ്ധത പ്രകടിപ്പിച്ചെത്തിയത്. ഇന്തോനേഷ്യ, വിയറ്റ്നാം, മലേഷ്യ, തായ്ലൻഡ്, സിംഗപ്പൂർ, ബ്രൂണൈ, ബ്രസീൽ, ചിലി, അർജന്റീന, വെനസ്വേല, ഈജിപ്ത്, ദക്ഷിണാഫ്രിക്ക, ബൾഗേറിയ എന്നിവയ്ക്ക് പുറമെ ചില മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളും ഇന്ത്യയിൽ നിന്ന് ബ്രഹ്മോസ് മിസൈൽ വാങ്ങാൻ താൽപ്പര്യം പ്രകടിപ്പിച്ചിരുന്നു. നിലവിൽ ഇന്ത്യയുടെ ഏറ്റവും വേഗതയേറിയ ക്രൂയിസ് മിസൈലാണ് ബ്രഹ്മോസ്. 2001 ജൂൺ 12-നാണ് ബ്രഹ്മോസ് മിസൈൽ ആദ്യമായി രാജ്യം പരീക്ഷിച്ചത്. ഇതിനുശേഷം നിരവധി അപ്ഡേറ്റുകൾ ഈ മിസൈൽ സാങ്കേതിക വിദ്യയിൽ വരുത്തിയിരുന്നു. ഇന്ത്യയുടെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനും റഷ്യൻ ഫെഡറേഷന്റെ NPO മസിനോട്രോയും ചേർന്നുള്ള സംയുക്തമായ സംരംഭമാണ് ബ്രഹ്മോസ്. ഫിലിപ്പീൻസ് ഇന്ത്യ $375 മില്യൺ കരാറിന്റെ ഭാഗമായും ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകൾ കൈമാറിയത്. അതേസമയം ഓപ്പറേഷൻ സിന്ദൂറിലെ സുപ്രധാന പങ്ക് വഹിച്ച ഗുജറാത്തിലെ ഭുജ് വ്യോമത്താവളം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് സന്ദർശിക്കും. അതിർത്തിയിലെ സാഹചര്യവും അദ്ദേഹം വിലയിരുത്തും. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.